السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ജ്യേഷ്ഠാനിയന്മാരെ, നാട്ടിലെ കാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സൂചിപ്പിക്കപ്പെട്ട പോലെ ഇന്ന് പ്രഭാഷണ വിഷയമായി തെരഞ്ഞെടുത്തത് ആരാണ് കാന്തപുരം, എന്തിനാണ് മർക്കസ് എന്നാണ്. യഥാർത്ഥത്തില് നാടിന്റെ മുഖ്യമൂലകളിൽ ഈ വിഷയം പല ആളുകളും പോസ്റ്ററൊട്ടിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഇതേ ലേബലിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഒരുപാട് പ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തില് ഇന്നത്തെ കാലത്ത് ആ ഒരു വിഷയം വെച്ചുകൊണ്ട് ഒരു വിശദീകരണം ആവശ്യമില്ല. കാരണം ഏകദേശം നാട്ടിലെല്ലാവർക്കും അറിയാം ആ രണ്ട് സാധനങ്ങൾ എന്താണ് എന്ന്. പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്വാഭാവികമായും ആവശ്യം വരുന്നപ്പോഴാണ് ആളുകൾ കാണുന്നൊരു മുഖം, ആ മുഖം മറച്ചുവെച്ച് അതല്ലാത്തൊരു മുഖം കൂടി തങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടാകുമ്പോഴേ അത്തരം വിശദീകരണങ്ങൾ വേണ്ടി വരുന്നുള്ളൂ. ഏതായിരുന്നാലും ആ കൂട്ടത്തില് ഇവിടെയും സംഘടിപ്പിക്കപ്പെട്ടു പ്രസ്തുത വിശദീകരണങ്ങൾ. അതിന് മറുപടി എന്ന നിലയ്ക്കല്ലെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും ഈ രൂപത്തിൽ വിശദീകരിക്കപ്പെടുമ്പോൾ അവർ വിശദീകരിച്ച വശങ്ങൾക്ക് പുറമെ അതിനേക്കാൾ മുമ്പായി വിശദീകരിക്കേണ്ടുന്ന, ആളുകൾ അറിയേണ്ടുന്ന മറ്റു ചില വശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന ആവശ്യമാണ്. എന്നതുകൊണ്ടാണ് ഇസ്ലാഹികൾ, സലഫികൾ ഈ രൂപത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ നാടിനീളെ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ 2-3 താല്പര്യങ്ങളാണ് അതിനെ സംഘാടനയ്ക്കുള്ളതായി കാണാൻ സാധിക്കുന്നത്. ഒന്ന്, എതിരാളികളായ പലരും തങ്ങളുടെ ശൈഖുനായെ പറ്റി പ്രചരിപ്പിക്കുന്ന ഒരുപാട് കഥകൾ, ആ കഥകൾ ആളുകളെ വിശ്വസിക്കുമെന്നും അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപക്ഷെ തങ്ങളിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെ ഉള്ള തോന്നല്, ആ തോന്നല് കൊണ്ട് അത് തടയിടാൻ വേണ്ടി 2-3 താല്പര്യങ്ങളാണ് ആ വിഷയാവതരണത്തിന് അത്തരക്കാരെ പ്രോത്സാഹിപ്പിച്ചു. ഒന്ന് ഞാൻ സൂചിപ്പിച്ചു. രണ്ടാമതായി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് അത് തടയിടാൻ
പലവിധ കുപ്രചാരങ്ങൾ നടത്തിയിട്ടും വിജയിക്കാതെ വന്നപ്പോൾ എങ്ങനെയെല്ലാമോ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിക്കാൻ സാധിക്കുമോ അതൊക്കെ ഉപയോഗപ്പെടുത്തുക എന്ന തീരുമാനവും അത്തരം വിശദീകരണ യോഗങ്ങൾക്ക് പിന്നിൽ കാണുന്നുണ്ട്. മുസ്ലിം ലോകത്തെ സ്വഹാബത്തും താബികളും താബികളും മുതലിങ്ങോട്ടുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഔദ്യോഗികമായ പ്രമാണങ്ങളെയും രീതികളെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന മനുഷ്യൻ രംഗത്ത് വന്നുവെന്നും ആ ഇബ്നു തൈമിയ്യ മുസ്ലിം ലോകത്തെ ഒന്നായ കാഫിറും മുസ്ലിക്കുമാക്കി ചിത്രീകരിച്ചുവെന്നും ആ ഇബ്നു തൈമിയ്യയുടെ ആദർശം പിന്നീട് നാടുകൾ ഏറ്റെടുക്കാൻ ആളില്ലാതെ പോവുകയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന നജിദിൽ വന്ന ഒരു മനുഷ്യൻ അത് ഏറ്റെടുക്കുകയും അദ്ദേഹം സഊദ് കുടുംബത്തിന്റെ ഒത്താശയോടുകൂടി അമേരിക്കയുടെ ബ്രിട്ടീഷിന്റെ ഒത്താശയോടുകൂടിയൊക്കെ ഈ ആശയം ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് അവര് പറയുന്ന ആശയത്തിന്റെ ആകത്തുക. അങ്ങനെയുള്ള ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമാണ് വഹാബിസം എന്നും അതിന്റെ തുടർച്ചയാണ് നമ്മുടെയൊക്കെ നാടുകൾ ചില ആളുകൾ സലഫി എന്ന പേരും പറഞ്ഞ് ഇസ്ലാഹി എന്ന പേരും പറഞ്ഞ് അറിയപ്പെടുന്നവരെയൊന്നും വിശുദ്ധ ഖുർആനോ പ്രവാചകന്റെയോ അല്ല അവർ സ്വീകരിക്കുന്നത്. നേരെ മറിച്ച് ബ്രിട്ടീഷുകാരന്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിഗൂഢമായി പ്രവർത്തിക്കുന്ന തൽപര കക്ഷികളാണ് വഹാബികൾ എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ വഹാബികളുമായി ബന്ധം പാടില്ല, ആ വഹാബികളുമായി ഒരു നിലക്കുമുള്ള ഒത്താശകൾ സഹകരണങ്ങൾ നമുക്കായിക്കൂടാ എന്ന രൂപത്തിലാണ് പ്രചരിപ്പിക്കുന്നത്. താല്പര്യം അതാണ് എന്നർത്ഥം. അവിടേക്ക് ഉള്ളിലിരിപ്പ് അതാണ് എന്നർത്ഥം. താല്പര്യം, ആഗ്രഹം അതാണ്. ആരും വഹാബികളുമായി ബന്ധപ്പെടരുത്, ആരും അവരിലേക്ക് കടന്നു വരരുത്, അവരുമായി ഒരു നിലക്കുമുള്ള ബന്ധങ്ങളും ഉണ്ടാവരുത് എന്നൊക്കെയാണ് ഈ മുസ്ലിയാക്കന്മാർ സഖാഫിമാർ ആഗ്രഹിക്കുന്നത്, പൂതി വെക്കുന്നത്. പക്ഷേ നടക്കുന്നില്ല എന്നുള്ളത് അനുഭവത്തിന് സാക്ഷിയാണല്ലോ. കൂട്ടം കൂട്ടമായി ആളുകൾ ധാരാളമായി വന്നുകൊണ്ടേയിരിക്കുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക്. സ്വാഭാവികമായും എല്ലാ പ്രദേശങ്ങളിലും പോലെ ഈ പ്രദേശത്ത് നമുക്കത് പ്രകടമാണ്, ഏതൊരാൾക്കും ബോധ്യമാകുന്ന യാഥാർത്ഥ്യവുമാണ്. അപ്പൊ ഇത്തരം ഒഴുക്കുകൾ എല്ലാ പ്രദേശങ്ങളിലും അനുസ്യൂതം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയാണ് ഈ രൂപത്തിലുള്ള കുപ്രചാരങ്ങൾക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആ പ്രഭാഷണം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. ഏതായിരുന്നാലും അത്തരമൊരു സാഹചര്യം